നമസ്കാരം. താൻ രാഷ്ട്രീയത്തിൽ നിന്നും ഇതുവരെ ഒരു ദിവസം പോലും അവധിയെടുത്ത് മാറി നിന്നിട്ടില്ല എന്നും തന്റെ മാതാവിനെ കണ്ടിട്ട് 2 മാസത്തോളമായി എന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാടിന്റെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ. രാഷ്ട്രീയ പാർട്ടികളുമായി ഏറ്റുമുട്ടാനല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, മറിച്ച് മാറ്റത്തിനാണ് മത്സരിക്കുന്നതെന്നും 3ാം തവണയും BJP തന്നെ രാജ്യത്ത് അധികാരത്തിൽ വരും എന്നുകൂടി അണ്ണാമലൈ പറയുന്നുണ്ട്. മാത്രമല്ല BJP അധികാരത്തിൽ എത്തുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പൈപ്പ് ലൈനിലൂടെയുള്ള ഗ്യാസ് വിതരണം ആരംഭിക്കുമെന്നുകൂടി അണ്ണാമലൈ പറഞ്ഞു വെക്കുന്നു. കൊങ്കു മേഖലയിലെ കർഷകരുടെയും വ്യവസായികളുടെയും എല്ലാവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുകൂടി അണ്ണാമലൈ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, പലപ്പോഴും തമിഴകത്തിന്റെ നേതാവായി അല്ല അണ്ണാമലൈ വിലയിരുത്തപ്പെടുന്നത്, മറിച്ച് BJPയുടെ ദക്ഷിണേന്ത്യൻ മുഖമായി തന്നെയാണ്. അതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും അതിനോടൊപ്പം ഇച്ഛാശക്തിയുമുണ്ട്. തമിഴകത്ത് BJP ഇക്കുറി ഒരു സീറ്റ് നേടിയാൽ പോലും അതിന്റെ മുഴുവൻ അവകാശവും അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ തിളക്കവും അണ്ണാമലൈക്ക് അവകാശപ്പെട്ടത് തന്നെയായിരിക്കും. ആ നേട്ടം അണ്ണാമലയിലേക്ക് മാത്രം എത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും മോദിയാണ് തന്റെ മാതൃക എന്ന് പലവട്ടം അണ്ണാമലൈ പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രവൃത്തി മണ്ഡലത്തിലും അണ്ണാമലൈ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് വലിയ തോതിലുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെയാണ് അണ്ണാമലൈ മുൻകൂട്ടി നടത്തിയിരുന്നത്. എൻ മണ്ണ് എൻ മക്കൾ എന്ന അണ്ണാമലൈ നേതൃത്വം നൽകിയ പദയാത്രയ്ക്ക് തമിഴകത്ത് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുകൂടി വിലയിരുത്തപ്പെടുന്നു. എന്തായാലും അണ്ണാമലൈയുടെ ഈ ഒരു പരാമർശം, അതായത് താൻ 2 മാസമായി അമ്മയെ കണ്ടിട്ട് ഇതുവരെയും രാഷ്ട്രീയത്തിൽ നിന്നും അവധി എടുത്തിട്ടില്ല തുടങ്ങിയ പരാമർശങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുറന്നു പറച്ചിലുകളൊക്കെ അവിടുത്തെ പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ന്യൂസ് ഡെസ്ക് മലയാളം.